നേരത്തെ ലൈവായോ? പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ. കൈവർത്തകഃ കേശവഃ പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷഡ്പദൈരഹരഹഃ പേപീയമാനം മുദാ ഭൂയാദ്ഭാരതപങ്കജം കലിമലപ്രധ്വംസിനഃ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കുല്ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ.
ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। गुकारस्त्वन्धकारो वै ऋकारस्तन्निवर्तकः अन्धकारनिरोधित्वाद् गुरुरित्यभिधीयते। ॐ नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोढकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। स्थावरं जङ्गमं व्याप्तं येन कृत्स्नं चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। चिद्रूपेण परिव्याप्तं त्रैलोक्यं सचराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। सर्वश्रुतिशिरोरत्न समुद्भासितमूर्तये वेदान्ताम्बुजसूर्याय तस्मै श्री गुरवे नमः। चैतन्यशाश्वतशान्तो व्योमातीतो निरञ्जनः बिन्दुनादकलातीतः तस्मै श्री गुरवे नमः। ज्ञानशक्तिसमारूढः तत्त्वमालाविभूषितः भुक्तिमुक्तिप्रदाता च तस्मै श्री गुरवे नमः। अनेकजन्मसम्प्राप्त कर्मेन्धनविदाहिने आत्मज्ञानाग्निदानेन तस्मै श्री
ഗുരവേ നമഃ. ശോഷണം ഭവസിന്ധോശ്ച പ്രാപണം സാരസമ്പദഃ. യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ. തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. മന്നാഥ ശ്രീ ജഗന്നാഥോ മദ്ഗുരു ശ്രീ ജഗദ്ഗുരുഃ. മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുരാദിരനാദിശ്ച ഗുരുഃ പരമദൈവതം. ഗുരോഃ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം. ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. നമസ്തേ. നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. നമുക്ക് ശ്ലോകങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അഥ പഞ്ചമോധ്യായഃ കർമ്മസന്ന്യാസയോഗഃ. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി. യച്ഛ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ശബ്ദമുണ്ട് എന്ന് വിചാരിക്കട്ടെ. ശ്രീഭഗവാനുവാച സന്യാസഃ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ. തയോസ്തു കർമ്മസന്യാസാദ് കർമ്മയോഗോ വിശിഷ്യത്തെ. ജ്ഞേയഃ സ നിത്യസന്യാസീ യോ ന ദ്വേഷ്ടി ന കാംക്ഷതി. നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, ഈ ഒരു അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ്റെ പ്രശ്നമാണ് ഭഗവാനോടുള്ള. അല്ലയോ ഭഗവാനെ, അങ്ങ് കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് സന്യാസത്തെ പറയുന്നു. അതേ സമയത്ത് തന്നോട് കർമ്മം അനുഷ്ഠിക്കാനാണ്, യോഗത്തെ അനുഷ്ഠിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ശ്രേഷ്ഠമായിട്ടുള്ള സന്യാസം എന്തുകൊണ്ടാണ് തന്നോട് അനുഷ്ഠിക്കാനായിട്ട് ഭഗവാൻ പറയാത്തത്? സന്യാസമാണ് ശ്രേഷ്ഠം എന്നുണ്ടെങ്കിൽ ഭഗവാനെ സമാശ്രയിച്ചവനായിട്ടുള്ള തനിക്ക് സന്യാസത്തെ അല്ലേ ഭഗവാൻ ഉപദേശിക്കേണ്ടത്? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ വാക്കുകളിലുള്ള ഈ വൈരുദ്ധ്യം, എനിക്ക് അനുഭവപ്പെടുന്ന ഈ വൈരുദ്ധ്യം എൻ്റെ ഉള്ളിൽ അവ്യക്തതയെ ഉണ്ടാക്കിയിരിക്കുന്നു.
അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അവിടുന്ന് തന്മേ ബ്രൂഹി സുനിശ്ചിതം, എനിക്ക് സുനിശ്ചിതമായിട്ട് അങ്ങ് ഉപദേശിച്ചാലും. എന്താണ് ഉപദേശിക്കേണ്ടത്? യത് മേ ശ്രേയഃ ഏതയോഹോ, ഈ രണ്ടിൽ ഏതാണ് എനിക്ക് ശ്രേയസ്കരം, അതെനിക്ക് വ്യക്തമായിട്ട് ഉപദേശിച്ചാലും. അപ്പോൾ ഭഗവാൻ മറുപടി പറയുകയാണ്. ഭഗവാന്റെ മറുപടി നമ്മൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട മറുപടിയാണ്, സൂക്ഷ്മതയോട് മനസ്സിലാക്കേണ്ട മറുപടിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രാർത്ഥം തന്നെ വിപരീതമായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഭഗവാന്റെ ഈ ഒരു വാക്കുകൾ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശാസ്ത്രാർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേക രീതിയിലാണ് ഭഗവാൻ ഇവിടെ മറുപടി നൽകുന്നത്. ഭഗവാൻ മറുപടി പറയുന്നത്, അല്ലയോ ആദ്യം മറുപടി ഇതാണ്, അല്ലയോ അർജുന, സന്യാസഃ കർമ്മയോഗഃ ച ഉഭൗ നിശ്രേയസകരൗ ഏവ, ഇവ രണ്ടും നിശ്രേയസകരങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാണ് ഇവ രണ്ടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞിരിക്കുന്നത്? സന്യാസവും കർമ്മയോഗവും നിശ്രേയസകരങ്ങളാണ്, മോക്ഷകരങ്ങളാണ്. എന്നാൽ തയോഹോത്തു, ഈ രണ്ടിൽ വെച്ച് കർമ്മസന്യാസാത് കർമ്മയോഗഃ വിശിഷ്യതേ, കർമ്മസന്യാസത്തേക്കാൾ വിശിഷ്ടമായിരിക്കുന്നത് കർമ്മയോഗമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പൊതുവേ കർമ്മസന്യാസമാണ് അത്യാശ്രമം എന്നാ പറയുക. സർവ ആശ്രമങ്ങൾക്കും ഉപരിയാണ് ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥാശ്രമങ്ങൾക്ക് ഉപരിയാണ് സന്യാസാശ്രമം എന്നാണല്ലോ പറയാറുള്ളത്. എന്നിരിക്കെ ഭഗവാൻ എന്തുകൊണ്ടാണ് ഇവിടെ കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് കർമ്മയോഗമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അവിടെ അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വാക്ക് നമ്മളവിടെ കൂട്ടിച്ചേർത്താൽ മതി. എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്താണ് ആ ചെറിയ വാക്ക്? കർമ്മസന്യാസാത് തേ കർമ്മയോഗഃ വിശിഷ്യത്തെ, അല്ലയോ അർജുന, നിനക്ക് കർമ്മയോഗമാണ് വിശിഷ്ടമായിട്ടുള്ളത്. അത്രയും പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ അവിടെ ആശയവൈരുദ്ധ്യമൊന്നും വരുന്നില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് വിശിഷ്ടമായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അവിടെ തേ എന്നുള്ള വാക്ക് ഭഗവാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. അതുകൊണ്ട് പൊതുവായിട്ടുള്ളൊരു പ്രസ്താവന എന്നുള്ള നിലയ്ക്കാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താൻ പറഞ്ഞതിനെ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ സമർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണെങ്കിൽ, കർമ്മയോഗിയായിട്ടൊരാൾ ഇരിക്കുന്നു എന്ന് വെച്ചോട്ടെ, ശരിയായ കർമ്മയോഗിയുടെ മനോഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ കഴിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കർമ്മസന്യാസത്തിൻ്റെ ഫലവുമുണ്ട്, കർമ്മയോഗിയുടെ ഫലവുമുണ്ട്. ഈ വിധത്തിൽ കർമ്മസന്യാസം കൊണ്ട് ആന്തരികമായിട്ട് ഏതൊരു ഭാവമാണോ ഒരാൾക്ക് ഉണ്ടാവേണ്ടത് ആ ഫലവും, അതോടൊപ്പം തന്നെ ആ ഒരു ഫലം ഉണ്ടാവുന്നത് കർമ്മയോഗം വേണ്ടതുപോലെ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കർമ്മയോഗത്തിൻ്റെ ഫലമായിട്ടുള്ള ചിത്തശുദ്ധിയും ആ ചിത്തശുദ്ധിയിൽ നിന്നുണ്ടാവുന്ന വിവേക വൈരാഗ്യവും രാഗനിവൃത്തിയും ദ്വന്ദ്വനിവൃത്തിയും ആപേക്ഷികമായിട്ട്, പൂർണ്ണമായിട്ടുണ്ടാവുക ജ്ഞാനത്തിൽ മാത്രമാണ്. പക്ഷെ ആപേക്ഷികമായിട്ടുള്ള തലത്തിൽ ഒരു പരിധിവരെ ദ്വന്ദ്ങ്ങളാൽ ബാധിക്കപ്പെടാത്ത ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് കൈവരിക്കാൻ സാധിക്കും കർമ്മയോഗത്തിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കർമ്മയോഗിക്ക് ഒരേ സമയത്ത് കർമ്മയോഗത്തിൻ്റെ ഫലവുമുണ്ട്, അതുപോലെ തന്നെ കർമ്മസന്യാസത്തിൻ്റെ ഫലവുമുണ്ട്, ആന്തരികമായിട്ടുണ്ട്. അതുകൊണ്ട് ആരാണോ കർമ്മയോഗിയായിരിക്കുന്നത്, ശരിയായ കർമ്മയോഗിയായിരിക്കുന്നത് ആന്തരികമായിട്ട്, അയാൾ നിത്യസന്യാസിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് നിത്യസന്യാസിയാവുക? നിത്യവും അയാൾ ദ്വന്ദ്ങ്ങളെ സന്യസിച്ചുകൊണ്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് അയാൾ നിത്യ സന്യാസിയാണ്. ആന്തരികമായിട്ട് എല്ലാവിധത്തിലുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നും വിനിർമുക്തനായിട്ടാണ് അയാൾ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് അയാൾ ദ്വന്ദ്വ സന്യാസിയാണ് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് സന്യാസവുമുണ്ട്. അതേസമയത്ത് അയാൾ യോഗി ആണ് താൻ, കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുന്ന ആളാണ് താൻ. കർമ്മങ്ങളിൽ നിന്നും അയാൾ നിവൃത്തനായിട്ടില്ല എന്നർത്ഥം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദമായിട്ട് ചിന്തിച്ചതാണ്. അടുത്ത ശ്ലോകം.
സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ചൊല്ലാം നമുക്ക്. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗൗ, സാഖ്യവും യോഗവും, പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകം അപി ആസ്ഥിതഃ സമ്യക് ഉഭയോഃ വിന്ദതേ ഫലം. പദച്ഛേദം വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സാഖ്യം എന്നുള്ള ശബ്ദം ആത്മജ്ഞാനത്തിനായിട്ടുള്ള മാർഗം, ആത്മജ്ഞാനത്തിനായിട്ടുള്ള നേരിട്ടുള്ള വഴി, അതായത് സന്യാസത്തിൻ്റെ വഴി, ആ സന്യാസത്തിൻ്റെ മാർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കർമ്മസന്യാസത്തിൻ്റെ മാർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാഖ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യോഗം എന്നുള്ളതാവട്ടെ കർമ്മയോഗത്തെ ഉദ്ദേശിച്ചും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാഖ്യയോഗവും, സാഖ്യവും യോഗവും ഇവ രണ്ടും പൃഥക് ഇതി വെവ്വേറെ ആണെന്നുള്ളത് ബാലാഹ പ്രവദന്തി, ബാലന്മാരാണ് പറയുന്നത്. ബാലന്മാർ എന്ന് പറഞ്ഞാൽ അവിവേകികൾ, അവിവേകികളായിട്ടുള്ള ആളുകളാണ് സാഖ്യവും യോഗവും വെവ്വേറെയാണ്, തീർത്തും വേറെ വേറെയാണ് ഇവ എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ന പണ്ഡിതാഹ, പണ്ഡിതൻ എന്നുള്ളതിന് ആത്മജ്ഞാനി എന്ന് നമ്മൾ അർത്ഥം കണ്ടിട്ടുണ്ട് നേരത്തെ. 2-ാം അധ്യായത്തിൽ പണ്ഡിത ശബ്ദം വരുന്നുണ്ടല്ലോ 11-ാമത്തെ ശ്ലോകത്തിൽ, അതായത് ഉപദേശ ആരംഭത്തിൽ തന്നെ ഈ ഒരു ശബ്ദം വരുന്നുണ്ട്. അശോച്യാൻ അന്വശോചസ്ത്യം പ്രജ്ഞാവാദാശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂശ്ച നാനുശോചന്തി പണ്ഡിതാഹ. അവിടെ ഒരു പണ്ഡിത ശബ്ദമുണ്ട്. അവിടെ പണ്ഡിതൻ എന്നുള്ളതിന് ആത്മജ്ഞാനി എന്ന് അർത്ഥം പറഞ്ഞു. ഇവിടെ നമ്മൾ ആത്മജ്ഞാനി എന്ന് അങ്ങനെ അർത്ഥം എടുക്കണം എന്നില്ല, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്നവർ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. ഈ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ ഇപ്രകാരം പറയുന്നു, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്നവർ എന്തു പറയുന്നു? സാഖ്യവും യോഗവും രണ്ട് ആണെന്ന് പറയുന്നില്ല. അവിവേകികളാവട്ടെ ഇവ രണ്ടും രണ്ടാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇവ രണ്ടല്ല എന്ന് പറയാണ്. അപ്പോൾ രണ്ടല്ലേ? ഒന്ന് കർമാനുഷ്ഠാനത്തിൻ്റെ മാർഗമല്ലേ, ഒന്ന് കർമ്മത്തിൽ നിന്നും നിവൃത്തിയല്ലേ എന്ന് ചോദ്യം. ആ നിലയ്ക്ക് അവ രണ്ടാണ്. ആ സാധനാരൂപം എന്നുള്ള നിലയ്ക്ക് ഇവ രണ്ട് തന്നെയാണ്. പക്ഷേ രണ്ടും ഒരു സാധ്യത്തിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ഇവ രണ്ടല്ല. ഈ വിധത്തിലാണ് ഭഗവാൻ ഇവ രണ്ടല്ല എന്ന് പറയുന്നത്. രണ്ടും രണ്ട് വിധത്തിലുള്ള സാധനാരൂപത്തോടൊത്തതാണ്. ഒന്ന് കർമ്മസന്യാസമാണ്, മറ്റേത് കർമ്മയോഗമാണ്. വിഹിതമായിട്ടുള്ള ഒരു കർമ്മത്തെയും ഉപേക്ഷിക്കുന്നില്ല കർമ്മയോഗി. താൻ ഏത് ആശ്രമത്തിലാണോ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ വാനപ്രസ്ഥനാണോ, ആ ഏത് ആശ്രമത്തിലാണോ ഒരാൾ കഴിയുന്നത് ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ കർത്തവ്യങ്ങളെ നിർവഹിക്കേണ്ടതുണ്ടോ അതൊക്കെ അയാൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഒന്നിൽ നിന്നും അയാൾ നിവൃത്തനാവുന്നില്ല. പക്ഷെ അനുഷ്ഠിക്കുന്ന സമയത്ത് ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടാണ് അയാൾ അനുഷ്ഠിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ അവിടെ കർമ്മയോഗി കർമാനുഷ്ഠാനം ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് കർമ്മസന്യാസിയും കർമ്മയോഗിയും എങ്ങനെയാ ഒന്നാവുക? മറ്റേയാൾ വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല. ആ വിഹിത കർമ്മങ്ങളിൽ നിന്നും അയാൾക്ക് നിവൃത്തി കൊടുത്തിരിക്കുന്നു ശാസ്ത്രം. അയാൾ പിന്നെയും ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം തുടങ്ങിയിട്ടുള്ള യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല. ഈ പറഞ്ഞ വിധത്തിലുള്ള യജ്ഞങ്ങളെല്ലാം പഞ്ചമഹായജ്ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമിയെ ഉദ്ദേശിച്ചിട്ടാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത്. അപ്പം എന്നിരിക്കെ ഒരാൾ കർമ്മസന്യാസത്തെ സ്വീകരിക്കുന്ന സമയത്ത്, കർമ്മസന്യാസത്തെ നിവൃത്തിമാർഗത്തെ സ്വീകരിക്കുന്ന സമയത്ത് അയാൾ സർവകർമ്മങ്ങളിൽ നിന്നും വിടുതൽ വാങ്ങിയിട്ടാണ്, അഥവാ ശാസ്ത്രം അയാൾക്ക് ഈ വിധത്തിലുള്ള ലൗകികമായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കൊടുത്തുകൊണ്ടാണ്
ആ കർമ്മസന്യാസത്തിലേക്ക് അയാളെ നയിക്കുന്നത്. അയാൾ വിരജഹോമമൊക്കെ ചെയ്ത് തനിക്ക് തന്നെ പിണ്ഡം വെച്ച് അങ്ങനെയാണ് അയാൾ കർമ്മസന്യാസത്തിൻ്റെ മാർഗത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പിന്നീട് ലൗകികമായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളൊന്നുമില്ല. പക്ഷേ കർമ്മസന്യാസിക്ക് അങ്ങനെ അല്ലല്ലോ, അയാൾക്ക് കർമ്മയോഗിക്ക് അങ്ങനെ അല്ലല്ലോ. അയാൾക്ക് ലോകത്തിൽ കർത്തവ്യങ്ങളുണ്ടല്ലോ, ലൗകികമായിട്ടുള്ള ബന്ധങ്ങളെയൊന്നും അയാൾ തീർത്തും മുറിച്ച് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ലൗകികമായിട്ടുള്ള ബന്ധങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഉണ്ടല്ലോ. അപ്പം എങ്ങനെയാ ഇവ രണ്ടല്ലാന്ന് പറയാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഫലത്തെ ഉദ്ദേശിച്ച് ചിന്തിക്കുമ്പോൾ, രണ്ടിനാലും നമ്മൾ എത്തിച്ചേരുന്ന ഫലം മനസ്സിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ഇവ രണ്ടല്ല എന്ന് മനസ്സിലാക്കും. ഇതാണ് ഭഗവാനെ നമ്മളോട് പറയാനുള്ളത്. സാധനാരൂപം എന്നുള്ള നിലയ്ക്ക് രണ്ടും രണ്ട് തന്നെയാണെങ്കിലും രണ്ടും ഒരു സാധ്യത്തിലേക്ക്, ഒരു ഫലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് ഇവ രണ്ടല്ല. സാഖ്യയോഗൗ പൃഥക് ബാലാഹ പ്രവദന്തിന പണ്ഡിതാഹ. അപ്പോൾ ഈ ഭാഗത്ത് കർമ്മയോഗ പ്രശംസയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭഗവത്ഗീതയിലുടനീളം കർമ്മസന്യാസത്തെ ഭഗവാൻ എവിടെയും അധികം പ്രോത്സാഹിപ്പിച്ച് പറയുന്നില്ല എന്ന് കാണാൻ സാധിക്കും. മറിച്ച് കർമ്മയോഗത്തിനായിക്കൊണ്ടാണ് ഭഗവാൻ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ശാസ്ത്രം കർമ്മസന്യാസത്തെ തീരെ അനുവദിക്കുന്നേ ഇല്ല എന്ന് അതിനർത്ഥമില്ല. ഇവിടെ ഉപദേശിക്കുന്ന അധികാരി എന്നുള്ളത്, ശിഷ്യൻ എന്നുള്ളത് അർജുനനാണെന്നുള്ളത് കൊണ്ട് അർജുനൻ്റെ തലത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സാമാന്യ ലോകത്തെ ഉദ്ദേശിച്ചിട്ടാണ്, മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു ഉപദേശം നൽകുന്നത് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് സാമാന്യ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ള ശാസ്ത്രം ഉപനിഷത്തുകളിലൊക്കെ നിവൃത്തിയുടെ മാർഗത്തെ അവലംബിച്ചിട്ടുള്ള ശിഷ്യനെ നോക്കിയിട്ട് ഉപദേശിക്കുന്ന വിധത്തിലാണ് പൊതുവെ ഉപദേശം നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഭഗവത്ഗീതയിൽ കർത്തവ്യകർമ്മത്തെ അനുഷ്ഠിക്കേണ്ട ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് സാമാന്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഉപനിഷത്ത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവത്ഗീത നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇതെല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള മാർഗത്തെ ഉപദേശിക്കുന്ന ശാസ്ത്രമാണ്. ശ്രേയസ്സിനുള്ള മാർഗം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നും കൊണ്ട് ഒന്നും ഉപേക്ഷിക്കേണ്ട, ബാഹ്യമായിട്ട് ഒന്നും ഉപേക്ഷിക്കേണ്ട, ആന്തരികമായിട്ട് ചിലതൊക്കെ ഉപേക്ഷിതമായിട്ട് തീരും നമ്മൾ ശരിയായ ആ ഗീതാ താത്പര്യം മനസ്സിലാക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഗീത അവശ്യം എല്ലാവരും പഠിച്ചിരിക്കണം. അത്യാവശ്യം ചിന്തിക്കാനൊക്കെയുള്ള കഴിവ് വന്നാൽ, അതായത് നന്ന ചെറിയ കുട്ടികൾക്കൊന്നും ഗീതാ താത്പര്യത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ചൊല്ലാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. കുറച്ച് വലുതാവുന്നതിനനുസരിച്ച്, ഈ വലുതാവൽ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടല്ല, അതും പറയണല്ലോ, ഓരോ ജീവൻ്റെയും വളർച്ചയുണ്ട് ആന്തരികമായിട്ടുള്ള, കൊണ്ടുവന്നിരിക്കുന്ന സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു പാകം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉയർന്ന തത്വങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമത നേടി ഒരാളെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഭഗവത്ഗീത പഠിച്ചിരിക്കണം. അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ ശ്രേയസ്സിനുള്ള മാർഗമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഏതായാലും ഇവിടെ ഭഗവാൻ പറയാണ്, ഇവ രണ്ടും, ഏത് കർമ്മസന്യാസത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും മാർഗം രണ്ടാണെന്ന് പറയുന്നത് കേവലം അവിവേകികൾ മാത്രമാണ്. വിവേകികളായിട്ടുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ പറയണില്ല. അറിവുള്ളവർ ഇവ രണ്ടാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും ഒരു ഫലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഏകമപി സമ്യക് ആസ്ഥിതഃ, ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ സമ്യക് ആസ്ഥിതനായാൽ, സമ്യക് പ്രവൃത്തനായാൽ, ഈ രണ്ട് മാർഗങ്ങളിൽ ഒരാൾ കർമ്മ സന്യാസത്തിൽ സമ്യകായിട്ട് പറഞ്ഞാൽ നല്ലതുപോലെ ആസ്ഥിതനായെന്നിരിക്കട്ടെ. ആസ്ഥിതൻ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ സ്ഥിതി ചെയ്യുന്നവൻ, അതാണ് ആസ്ഥിതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നല്ലതുപോലെ പ്രവൃത്തനാണ് ഒരാളെന്ന് വെച്ചാൽ, നല്ലതുപോലെ വർത്തിക്കുന്നവനാണ് ഒരാളെന്ന് വെച്ചാൽ, അയാൾക്ക് രണ്ടിൻ്റെയും ഫലത്തെ നേടാൻ സാധിക്കും.
ഒരാൾ കർമ്മ സന്യാസത്തിൽ സമ്യക ആസ്ഥിതനാണെന്ന് വെച്ചോട്ടെ. അപ്പോൾ ആ കർമ്മസന്യാസത്തിൽ നല്ലതുപോലെ ആസ്ഥിതനാവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വേണ്ടതുപോലെ കർമ്മയോഗം അനുഷ്ഠിച്ചിട്ടുള്ളതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അയാൾക്ക് കർമ്മയോഗിയുടെ ഫലവുമുണ്ട്, ഇപ്പോൾ കർമ്മസന്യാസിയുടെ ഫലവുമുണ്ട്. കർമ്മസന്യാസത്തിലേക്ക് ഒരാളെ അധികാരിയാക്കുന്നത് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ നേടിയിട്ടുള്ള ചിത്തശുദ്ധിയാണല്ലോ. അപ്പോൾ സന്യാസത്തിൽ ഒരാൾക്ക് ശരിയായ നിലയ്ക്ക് ആസ്ഥിതനാവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ കർമ്മയോഗത്തിൻ്റെ ഫലവും കൂടെ തൻ്റെ സമ്പാദ്യമായിട്ട് അയാളോടൊന്നിച്ചുണ്ട്. കർമ്മയോഗത്തിൻ്റെ ഫലമുണ്ട്, കർമ്മസന്യാസത്തിൻ്റെ ഫലവും അയാൾക്കുണ്ട്. കാരണം കർമ്മസന്യാസത്തിൽ അയാൾ സമ്യകാസ്ഥിതനാണ്. ആ കർമ്മസന്യാസത്തിൽ പറയപ്പെട്ടിട്ടുള്ള, ശാസ്ത്രത്താൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ചര്യകളിൽ അയാൾ വ്യാപൃതനായിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് കർമ്മസന്യാസിക്ക് പറഞ്ഞിട്ടുള്ള ചര്യ എന്ന് ചോദിച്ചാൽ, അയാൾക്ക് കർത്തവ്യകർമ്മങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാലും ആ വിടുതൽ കൊടുത്തിരിക്കുന്നത് ശാസ്ത്രാനുസന്ധാനത്തിനാണ്. അപ്പോൾ ശാസ്ത്ര താത്പര്യത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ, അതുപോലെ തന്നെ ഗുരു ശുശ്രൂഷാദികളിൽ ഗുരുവിനെ പ്രാപിച്ചിട്ടാണല്ലോ ശാസ്ത്രം ശ്രവിക്കേണ്ടത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് 4-ാം അധ്യായത്തിൽ ഉപദേശിച്ചുവല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കർമ്മ സന്യാസത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗുരുപദേശമുണ്ട്. ആ ഗുരുപദേശത്തെ അവലംബിച്ച് അതിനനുസരിച്ചിട്ട് ശാസ്ത്ര ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ അയാൾ ശരിക്കും പ്രവൃത്തനായി എന്ന് വെച്ചാൽ അയാൾക്ക് ആ കർമ്മസന്യാസത്തിൻ്റെ ഫലവും വന്നു ചേരും. എന്താണ് കർമ്മസന്യാസത്തിൻ്റെ ഫലം ചോദിച്ചാൽ, സർവകർമ്മസന്യാസം. ആന്തരികമായിട്ട് കർമ്മസന്യാസം സംഭവിക്കുക എന്നുള്ളതാണ് കർമ്മസന്യാസത്തിൽ നിന്നും ഒരാൾക്ക് കൈവരേണ്ട ഫലം എന്നുള്ളത്. കർമ്മസന്യാസം ആത്മജ്ഞാനത്തെ സമാർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അയാൾക്ക് ആത്മാനാത്മവിവേകം ചെയ്ത് ആത്മതത്വത്തിൽ തൻ്റെ ബുദ്ധിയെ, പ്രജ്ഞയെ ഉറപ്പിക്കാൻ സാധിക്കും. ആ ആത്മജ്ഞാനത്തിൽ അയാൾക്ക് സമ്പൂർണ്ണ കർമ്മങ്ങളിൽ നിന്നും ആന്തരികമായിട്ട് നിവൃത്തി സംഭവിക്കുന്നു. അയാൾ ആരായിട്ട് തീരുന്നു? അയാൾ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന് നേരത്തെ പറഞ്ഞു. അയാൾ ബുദ്ധിമാനാണ്, അയാൾ കൃഷ്ണകർമ്മകൃത്താണ്. അയാൾ സമ്പൂർണ്ണമായിട്ടുള്ള കർമ്മങ്ങളും അനുഷ്ഠിച്ച് കഴിഞ്ഞവനാണ്. അയാൾക്കിനി വേറൊന്നും അനുഷ്ഠിക്കാൻ ഇല്ല. അയാൾ കൃതകൃത്യനായിട്ട് തീരുന്നു, അയാൾ മുക്തനായിട്ട് തീരുന്നു എന്ന് ചുരുക്കം. കർമ്മസന്യാസത്തിൽ ശരിയായ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആൾ മുക്തനായിട്ട് തീരുന്നു. അപ്പം അയാൾക്ക് കർമ്മയോഗത്തിൻ്റെ ഫലം ഒന്നിച്ച് സമ്പാദ്യമായിട്ട് കൂടെയുണ്ട്. ഒപ്പോൾ കർമ്മ സന്യാസത്തിൽ അയാൾ പ്രവൃത്തനാവുന്നു എന്നുള്ളത് കൊണ്ട് ആ കർമ്മസന്യാസത്തിലൂടെ അയാൾക്ക് ആത്യന്തികമായിട്ടുള്ള മോക്ഷത്തിലേക്കും ഉയരാൻ സാധിക്കുന്നു. അപ്പോൾ കർമ്മസന്യാസിയെ സംബന്ധിച്ചിടത്തോളം 2 ഫലവും അയാൾക്ക് കൂടെയുണ്ട്. ഇനി കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് 2 ഫലവും ഒന്നിച്ച്. ഏതൊക്കെയാണ് 2 ഫലം? ഒന്ന് ചിത്തശുദ്ധിയാകുന്ന ഫലം. കർമ്മയോഗത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വനിവൃത്തി, ചിത്തശുദ്ധി. ഇതാണ് കർമ്മയോഗത്തിൻ്റെ ഫലം. ആ കർമ്മയോഗത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും കർമ്മയോഗത്തിൽ ശരിക്കും പ്രവൃത്തനായാൽ ഒരാൾക്ക് നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അയാൾക്ക് കർമ്മസന്യാസത്തിൻ്റെ ഫലത്തിലേക്കും ഉയരാൻ സാധിക്കും. ഏതാണ് ആ കർമ്മസന്യാസത്തിൻ്റെ ഫലം? ആത്യന്തികമായിട്ടുള്ള മോക്ഷം, ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി. ആ ദുഃഖനിവൃത്തിയാകുന്ന ഫലത്തിലേക്കും അയാൾക്ക് ഉയരാൻ സാധിക്കും. ഒരേ സമയത്ത് കർമ്മയോഗിക്ക് എങ്ങനെയാണ് നേരിട്ട് മോക്ഷത്തിലേക്ക് ഉയരാൻ സാധിക്കുക ചോദിച്ചാൽ, കർമ്മയോഗത്തിലൂടെ അയാൾക്ക് ചിത്തശുദ്ധി ആർജിക്കാൻ സാധിക്കും. ആ ചിത്തശുദ്ധിയിലൂടെ അയാൾക്ക് തത്വജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധിക്കും. ചിത്തശുദ്ധി കൈവന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ചിത്തശുദ്ധി കൈവരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അയാൾ ഗുരുശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു ഭാഗത്ത് ശാസ്ത്രശ്രവണവും ചെയ്യണം. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അല്ലാതെ യോഗം എന്ന് പറഞ്ഞാൽ വെറും കർമ്മത്തിൽ തന്നെ അങ്ങനെ വ്യാപൃതനായിട്ട് കഴിയല്ല. അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് ഒരിക്കലും
മോക്ഷഫലം ഉണ്ടാവാൻ പോണില്ല. ഒരാൾ കർമ്മം ചെയ്തുകൊണ്ടേ കഴിയുന്നു, അത് അയാൾക്ക് കൂടുതൽ ബന്ധനത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇനി ധാർമ്മികമായിട്ടാണ് കർമ്മം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അയാൾക്ക് ക്രമേണ ചിത്തശുദ്ധിയെ ഉണ്ടാക്കും. ധർമ്മമാർഗത്തിൽ അയാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ക്രമേണ അയാളുടെ ഉള്ളിൽ ഒരു തെളിച്ചം, ഒരു വിവേകമൊക്കെ ഉണ്ടാക്കും. അത് അയാൾക്ക് കൂടുതൽ കൂടുതൽ ആ കർമ്മയോഗിയുടെ ഭാവത്തെ സമാർജിക്കുന്നതിന് സഹായകമായിട്ട് തീരും. അങ്ങനെ ക്രമേണ അയാൾക്ക് ആന്തരികമായിട്ട് ആ ഒരു വിവേക വൈരാഗ്യങ്ങൾ പരിപക്വമാവണ ഒരു സ്ഥിതി കൈവരിക്കാൻ സാധിക്കും. ശരിക്കും കർമ്മയോഗിയുടെ മനോഭാവത്തെ സമാർജിച്ചുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ. അങ്ങനെ കർമ്മയോഗത്തിലൂടെ ചിത്തസംസ്കരണം നേടി അടുത്ത ഘട്ടത്തിൽ അയാൾ ശാസ്ത്ര ശ്രവണ മനനങ്ങളിലേക്കായിട്ട് കൂടുതൽ തൻ്റെ മനസ്സിനെ അർപ്പിച്ച് ആ ഒരു മാർഗത്തിൽ പ്രവൃത്തനാകുമ്പോൾ അയാൾക്ക് കൂടുതൽ ആത്മാനുസന്ധാനത്തിനുള്ള ക്ഷമത ഉള്ളിൽ കൈവരുകയും ആത്മതത്വത്തിലേക്ക് ആത്മജ്ഞാനത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് കർമ്മയോഗി എങ്ങനെയാണ് മോക്ഷഫലത്തെ നേടുന്നതെന്ന് ചോദിച്ചാൽ, എവിടെ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ഓരോ സന്ദർഭത്തിൽ ക്രമേണ ക്രമേണ എന്നുള്ളത് പറയുന്നത് കാണാം. എന്താ പറയുന്നതിൻ്റെ താല്പര്യം ചോദിച്ചാൽ, ആദ്യം കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധിയും, തുടർന്ന് ആ ചിത്തശുദ്ധിയിലൂടെ ശാസ്ത്ര ശ്രവണ മനന നിധിധ്യാസനങ്ങൾ അനുഷ്ഠിച്ച് അനന്തരം മോക്ഷവുമാകുന്ന ഫലം. ഇതാണ് ശാസ്ത്രം പറയുന്ന ഒരു ക്രമം എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് മോക്ഷത്തിലേക്ക് കുറേ വഴികളുണ്ട്. ഏതൊക്കെയാണ് വഴികൾ? കർമ്മയോഗത്തിൻ്റെ വഴി, അതുപോലെ തന്നെ ജ്ഞാനയോഗത്തിൻ്റെ വഴി, അതുപോലെ തന്നെ ഭക്തിയോഗത്തിൻ്റെ വഴി, രാജയോഗത്തിൻ്റെ വഴി, ഇങ്ങനെ കുറേ വഴികളുണ്ട് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ കുറേ വഴികളുണ്ടോ മോക്ഷത്തിലേക്ക് എന്ന് ചോദിച്ചാൽ, അല്ലെ, മോക്ഷത്തിലേക്ക് ഉയരാനായിട്ട് കുറേ വഴികളുണ്ട്, ഇതിലൂടെ ഏത് വഴിയിലൂടെ പോയാലും മോക്ഷം സാധ്യമാണ് എന്ന് പറയുന്നത് ശരിയാണോ ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ആ പറയുന്നതിൽ പൂർണ്ണമായിട്ടും ശരിയില്ല എന്ന് മനസ്സിലാവും. കാരണം മോക്ഷം എന്നുള്ളത്, ബന്ധനിവൃത്തി എന്നുള്ളത് ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം അജ്ഞാനമാണ് ബന്ധകാരണം. അജ്ഞാനം കൊണ്ടാണ് താൻ ബദ്ധനാണ്, താൻ അപൂർണനാണ് എന്നുള്ള ഭ്രമം ഒരാളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജ്ഞാനം മാത്രമാണ് മുക്തിക്കുള്ള ഉപായം. ശരിക്കുള്ള ബന്ധനാണെന്നുണ്ടെങ്കിൽ ആ ബന്ധനം ശരിക്കും നമ്മൾ കെട്ടുപെട്ടിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, കെട്ടഴിച്ചാൽ മാത്രമേ നമുക്ക് മുക്തനാവാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ കെട്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയാണുള്ളത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നീങ്ങാനായിട്ട് ശരിയായിട്ടുള്ള ജ്ഞാനം മാത്രമാണ് ഉപായമുള്ളത്. പക്ഷെ ജ്ഞാനം നമുക്ക് സമാർജിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചിത്തശുദ്ധി വേണം, വിവേക വൈരാഗ്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ വിവേക വൈരാഗ്യങ്ങളെയും ചിത്തശുദ്ധിയെയും ആർജിക്കാനാവട്ടെ ഒരുപാട് വഴികളുമുണ്ട്. അപ്പോൾ പറയുന്നതിൽ പൂർണ്ണമായിട്ടും ദോഷം പറയാൻ പറ്റില്ല. കുറേ വഴികളുണ്ട് മോക്ഷത്തിലേക്ക് എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അതിനെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്യണം. കുറേ വഴികളുണ്ട്. ഏത് വഴിയാണോ ഒരാൾക്ക് സ്വീകരണീയമായിട്ടുള്ളത് അത് അയാൾക്ക് സ്വീകരിക്കാം. ഒരാൾക്ക് കർമ്മയോഗത്തിൻ്റെ നിരന്തരം കർമാനുഷ്ഠാനം ചെയ്തുകൊണ്ട്, ഇനി നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ കുറേ മാർഗങ്ങളില്ല എന്ന് മനസ്സിലാവും കേട്ടോ. അതായത് കർമ്മയോഗം ശരിയായ വിധത്തിൽ ഒരാൾക്ക് അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കുള്ളിൽ ഭക്തി ഉണ്ടായിരിക്കണം. ഭക്തിയുടെ ഭാവമാണ് ഒരാളെ ശരിയായിട്ടുള്ള കർമ്മയോഗിയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർമ്മയോഗത്തിൻ്റെ മാർഗവും ഭക്തിയോഗത്തിൻ്റെ മാർഗവും ഒന്നും വെവ്വേറെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം.
കർമ്മയോഗി, ഭക്തിയോഗി എന്നിങ്ങനെ നമ്മൾ പറയുമ്പോൾ അത് രണ്ടും രണ്ടാണെന്ന് പറയാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. കാരണം എന്താണ്? ഒരാൾ ശരിയായ വിധത്തിൽ കർമ്മയോഗി ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ളിൽ ഭക്തി ഉണ്ടാവണം. എന്നാൽ മാത്രമേ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് അയാൾക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി രാജയോഗം എന്ന് പൊതുവെ പറയുന്നത് അഷ്ടാംഗ യോഗത്തിൻ്റെ മാർഗത്തെയാണ്. അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ യമം, നിയമം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, യമം, നിയമം, ആസനം, പ്രാണായാമം എന്ന് തുടങ്ങിയിട്ടുള്ള 8 അംഗങ്ങളോട് കൂടിയിട്ടുള്ള, അഥവാ 7 അംഗങ്ങളും 8ാമത്തെ അങ്കിയും ചേർന്നിട്ടുള്ള സാധനയുടെ മാർഗത്തെയാണ് പൊതുവെ രാജയോഗം എന്ന് പറയാറുള്ളത്. അവിടെയും യമനിയമങ്ങൾക്ക് ശേഷമാണ് ആസനം പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷമാണ് പ്രാണായാമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ യമനിയമങ്ങളിൽ എന്ത് അന്തർഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്? ഒരു കർമ്മയോഗിയുടെ എല്ലാ മനോഭാവവും അവിടെ അന്തർഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഈശ്വര ഉപാസന എന്നുള്ള ഒരു ഭാവം അവിടെ പറയപ്പെടുന്നില്ലെങ്കിൽ പോലും യമനിയമങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് അവിടെ ആന്തരികമായിട്ട് ഒരു കർമ്മയോഗിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാവിധത്തിലുള്ള ആ ഒരു മൂല്യങ്ങളിലുള്ള നിഷ്ഠ അവിടെ സമാനമാണ്. കർമ്മയോഗിക്ക് ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ച നിഷ്ഠ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് കർമ്മയോഗിയായിട്ട് തീരാൻ പറ്റുള്ളൂ. ധാർമ്മിക മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങളിൽ അയാൾക്ക് ഉറച്ച നിഷ്ഠ ഉണ്ടായിരിക്കണം ഉള്ളിൽ. അതേ നിഷ്ഠയാണ് ഇവിടെയും പറയുന്നത്, യമനിയമങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ ആന്തരികമായിട്ട് അവിടെ യമനിയമങ്ങളെ അവലംബിച്ചുകൊണ്ട് ധാരണാധ്യാന സമാധികളുടെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന അഷ്ടാംഗയോഗിയുടെ ആന്തരികമായിട്ടുള്ള ഭാവവും മൂല്യങ്ങളിൽ നിഷ്ഠയോട് കൂടിയിരിക്കുന്ന ഭാവം, ആ ഭാവവും കർമ്മയോഗി ആയിരിക്കുന്ന ഒരാളുടെ ആന്തരിക ഭാവവും വ്യത്യാസമില്ല. ആ മൂല്യനിഷ്ഠ എന്നുള്ളതിൽ വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഒരാൾ ശരിക്കും ഭക്തിമാർഗത്തിൽ പ്രവൃത്തനാണെന്നുണ്ടെങ്കിൽ അയാളിലും ആ മൂല്യനിഷ്ഠ എന്നുള്ളത് ഉണ്ടായിരിക്കും. സത്യധർമാദികളിൽ നിന്നും വ്യതിചലിച്ചു പോകാത്ത ഭാവം അത് അയാളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. എന്നാൽ മാത്രമേ അയാൾക്കൊരു ഭക്തനാണെന്ന് സ്വയം അവകാശപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഭക്തനാണെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ, ഒരാൾ സത്യനിഷ്ഠയോ അതുപോലെ തന്നെ ധർമ്മനിഷ്ഠയൊന്നും ജീവിതത്തിൽ പാലിക്കുന്നില്ല എന്ന് വെച്ചാൽ അയാളെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അയാളൊരു ഭക്തനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള സമർപ്പണമാണല്ലോ. ഈശ്വരൻ്റെ നിയമമാണ് ധാർമ്മിക മൂല്യങ്ങളായിട്ട് നമ്മളാൽ മനസ്സിലാക്കപ്പെടുന്നത്. ഈശ്വരൻ്റെ നിയമങ്ങളാണ്, ഈ പ്രപഞ്ച വ്യവസ്ഥയോടൊന്നിച്ചിട്ടുള്ള നിയമങ്ങളാണ് ധാർമ്മിക മൂല്യങ്ങളായിട്ട് നമ്മളാൽ തിരിച്ചറിയപ്പെടുന്നത്. വിശേഷധർമ്മത്തെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, സാമാന്യധർമ്മത്തെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ആ സാമാന്യധർമ്മം എന്നുള്ളത് ഈശ്വര നിയമങ്ങൾ, ഈശ്വരൻ്റേതായിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ആ ഈശ്വര നിയമത്തെ നമ്മൾ തെറ്റിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തനാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തനായിട്ടുള്ള ഒരാൾ ധർമ്മനിഷ്ഠയോട് കൂടിയിട്ട് കഴിയുന്ന ആളായിരിക്കണം, മൂല്യനിഷ്ഠയോട് കൂടിയിട്ട് കഴിയുന്ന ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള ഭാവത്തെ നമ്മൾ എടുക്കുമ്പോൾ കർമ്മയോഗിയായാലും ഭക്തനായാലും ഇനി പ്രാണായാമാദി സാധനകളിൽ യോഗസാധനകളിൽ ഏർപ്പെട്ടു പോകുന്ന ആളായാലും ആന്തരിക തലത്തിൽ വ്യത്യാസമില്ല. ഇനി ഏത് വിധത്തിൽ ഒരാൾ ചിലപ്പോൾ കൂടുതലായിട്ട് സേവാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോകാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, നല്ലതാണ്. ഇനി വേറൊരാൾ ചിലപ്പോൾ കൂടുതലായിട്ട് നാമജപം അതുപോലെ തന്നെ മറ്റു ഉപാസന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിയുന്ന ഒരാളായിരിക്കാം. ബാഹ്യമായിട്ട് ഇത്തരത്തിലുള്ള ആചരണങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മയോഗി, ഇയാൾ കർമ്മയോഗിയാണ്, ഇയാൾ ഭക്തിയോഗിയാണ് എന്നൊക്കെ മനസ്സിലാക്കാറുള്ളത്. ഇനി ഒരാൾ കൂടുതലായിട്ട് പ്രാണായാമാദി സാധനകളിൽ ഏർപ്പെട്ടു പോകുന്ന ആളായിരിക്കാം. അപ്പോൾ ബാഹ്യമായിട്ട് ഇവരുടെ സാധനാരൂപത്തിലെ വ്യത്യാസം കാണപ്പെട്ടു എന്ന് വന്നാലും ആന്തരികമായിട്ട് ഇവരെല്ലാവരും
ഒരേ മൂല്യനിഷ്ഠയോട് കൂടിയിരിക്കുന്നവരാണെന്നുള്ളത് കൊണ്ട് ആന്തരിക ഭാവത്തിൽ വ്യത്യാസം പറയാൻ സാധ്യമല്ല. ഇനി ഈ മൂന്നാൾക്കാരും ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവരാണ്. എന്താണ് ആ ലക്ഷ്യം? ചിത്തശുദ്ധിയെ സമാർജിക്കുക, അതിലൂടെ വിവേകവൈരാഗ്യങ്ങളെ സമാർജിക്കുക, അതിലൂടെ തത്വജ്ഞാനത്തിലേക്ക് ഉയരുക. ഇതാണ് മൂന്ന് എന്നല്ല, ഇനി എത്ര സാധനാമാർഗം ഒരാൾ മനസ്സിലാക്കുന്നുണ്ടോ ആ സാധനാമാർഗങ്ങളെല്ലാം ആത്യന്തികമായിട്ട് നമുക്ക് നേടിത്തരേണ്ട ഫലം എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധിയാണ്, വിവേകവൈരാഗ്യങ്ങളാണ്, അതിലൂടെ തത്വജ്ഞാനമാകുന്ന ഫലമാണ്. ആ തത്വജ്ഞാനത്തിലൂടെ ആവട്ടെ മോക്ഷവും. ഒരാൾ പറയണ ഇത്ര 3 മാർഗങ്ങളൊന്നും അല്ല, ഇനിയുണ്ട് കുറേ മാർഗങ്ങൾ. ഇരിക്കട്ടെ, പക്ഷെ ഏത് മാർഗമായാലും ആ മാർഗത്തിലൂടെ ഒരാൾ നേടേണ്ട ഫലം എന്താണ്? ചിത്തശുദ്ധി, വിവേകവൈരാഗ്യങ്ങൾ, ഇതാണ് നേടേണ്ടത്. അങ്ങനെ ചിത്തശുദ്ധിയും വിവേകവൈരാഗ്യങ്ങളും കൈവന്നു കഴിഞ്ഞാലോ അയാൾക്ക് ആത്മതത്വത്തിൽ മനസ്സിനെ പൂർണ്ണമായിട്ടും അർപ്പിക്കാൻ, ആത്മാനാത്മവിവേകം ചെയ്യാൻ, ആത്മതത്വത്തിൽ മനസ്സിനെ പൂർണ്ണമായിട്ട് അർപ്പിക്കാൻ സാധിക്കും. കർമ്മയോഗിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അയാൾ ശാസ്ത്രശ്രവണവും ചെയ്യുന്നുണ്ട്. കാരണം കർമ്മയോഗിക്ക് സ്വാധ്യായം അനുഷ്ഠേയമായിട്ടുണ്ട്. ബ്രഹ്മയജ്ഞം എന്നുള്ള നിലയ്ക്ക് അയാൾ സ്വാധ്യായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ശാസ്ത്ര വിഷയങ്ങളൊന്നും പുതിയതല്ല. കർമ്മയോഗിയായിരിക്കുമ്പോൾ കർമ്മത്തിൽ മാത്രം മുഴുകിക്കഴിയുക, അപ്പോൾ ശാസ്ത്രമൊന്നും കേൾക്കേണ്ടതില്ല. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഘട്ടം വരുമ്പോൾ കർമ്മമൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ശാസ്ത്രത്തിൽ മാത്രം, അങ്ങനെയില്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകത്തിൽ തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന അതേ സമയത്ത് തന്നെ ശാസ്ത്രശ്രവണവും കൂടി ചെയ്യുന്നുണ്ട്. കാരണം കർമ്മയോഗിക്ക് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്ന് വരുന്നിടത്ത് സ്വാധ്യായം എന്നുള്ളത്, ബ്രഹ്മയജ്ഞം എന്നുള്ളത് ആ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ലോകത്തിൽ തൻ്റെ കർത്തവ്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഗീത പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിലൂടെ അയാൾക്ക് ആന്തരികമായിട്ട് ആ ഒരു ശാസ്ത്ര ശ്രവണത്തിൻ്റെതായിട്ടുള്ള രീതികളെയും ശാസ്ത്ര താല്പര്യത്തെയും ഒക്കെ തൻ്റെ ചിത്തശുദ്ധിക്കനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ചിത്തശുദ്ധി വളരുന്നതിനനുസരിച്ച് അയാൾക്ക് കൂടുതൽ കൂടുതൽ ശാസ്ത്ര താല്പര്യത്തെ ഉള്ളിൽ ഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെ ശാസ്ത്ര താല്പര്യത്തെ ഉള്ളിൽ ഗ്രഹിച്ച് അയാൾക്ക് തത്വജ്ഞാനത്തിലേക്ക് ഉയരാനും സാധിക്കും. അപ്പം ഈ വിധത്തിൽ കർമ്മയോഗത്തിൽ ഒരാൾ സമ്യകായിട്ട് പ്രവൃത്തനാവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഭക്തിയോഗിയെയും അതുപോലെ തന്നെ മറ്റ് യോഗ സാധനങ്ങളിലൊക്കെ പ്രവൃത്തനായിട്ടുള്ള ആളെയും കൂട്ടിച്ചേർക്കാം. അല്ലാതെ വെറും കർമ്മ അനുഷ്ഠിക്കുന്ന ആൾ മാത്രം കർമ്മയോഗി എന്ന് എടുക്കരുത്. ഈശ്വര ഉപാസന, ധ്യാനം തുടങ്ങിയിട്ടുള്ളവയൊക്കെ ചെയ്യുന്ന ആളെയും, അതായത് സഗുണമായിരിക്കുന്ന ഉപാസനകൾ ചെയ്യുന്നവരെയും നമുക്ക് കർമ്മയോഗിയായിട്ട് തന്നെ ഉൾപ്പെടുത്താം. സകാമമായിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് യോഗി എന്ന് പറയാൻ പറ്റില്ല. സകാമമായിട്ടല്ലാതെ ഈശ്വര അർപ്പണ ഭാവത്തിൽ ചിത്തശുദ്ധി എന്നുള്ള പ്രയോജനം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സമർപ്പണ ഭാവം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെ ഏതൊക്കെ സാധനാമാർഗങ്ങളിൽ പ്രവൃത്തരായിട്ടുണ്ടോ അവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്ന ഒരു വാക്കാണ് ഇവിടെ യോഗി എന്നുള്ളത്. അല്ലാതെ വെറും കർമ്മം ചെയ്യുന്നവർ മാത്രം കർമ്മയോഗി എന്നല്ല. ആരൊക്കെ ചിത്തശുദ്ധി, വിവേകവൈരാഗ്യങ്ങൾ എന്ന ലക്ഷ്യം വെച്ചിട്ട് എന്തൊക്കെ സാധനാമാർഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവരെല്ലാവരെയും ചേർത്ത് പറയാനായിട്ട് ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് യോഗി എന്നുള്ളത്, കർമ്മയോഗി എന്നുള്ളത്. അപ്പോൾ കർമ്മയോഗത്തിൽ എന്ന് വെച്ചാൽ തൻ്റേതായിട്ടുള്ള സാധനകളിൽ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് ക്രമമായിട്ട് ചിത്തശുദ്ധി കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അയാൾക്ക് ആന്തരികമായിട്ടുള്ള ആ ഒരു വിവേകവൈരാഗ്യങ്ങൾ തൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കും. വിവേകത്തെയും വൈരാഗ്യത്തെയും ഒക്കെ ഇങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് അയാൾക്ക് തത്വജ്ഞാനത്തിലേക്ക് കൂടുതലായിട്ടുള്ള നിഷ്ഠ കൈവരിക്കാൻ സാധിക്കും.
അയാൾ നേരത്തെ ശാസ്ത്രമൊക്കെ ശ്രവിക്കുന്നുണ്ടാവും, പക്ഷെ എത്രത്തോളം അയാൾക്ക് ചിത്തശുദ്ധി സമാർജിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ആ കേൾക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ഉള്ളിൽ കൂടുതൽ കൂടുതൽ തെളിമയോട് കൂടിയിട്ട് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അയാൾക്ക് ക്രമമായിട്ട് തത്വജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധിക്കും. തത്വജ്ഞാനത്തിൻ്റെ ഫലമാവട്ടെ മോക്ഷവും. തത്വജ്ഞാനം തന്നെയാണ് മുക്തി, അല്ലാതെ ഒരു മുക്തിയില്ല. തത്വജ്ഞാനി മുക്തൻ തന്നെയാണ്. അപ്പം ഈ വിധത്തിൽ കർമ്മയോഗത്തിൽ ക്രമമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കും നിഷ്ഠയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കും കർമ്മസന്യാസിയുടെ അതേ ഫലം, ഏതാണ് ഫലം? മോക്ഷഫലം. രണ്ടുപേർക്കും ഒരേ ഫലത്തെ സമാർജിക്കാൻ സാധിക്കും. ഇവിടെ സമ്യക് ആസ്ഥിത എന്നുള്ള വാക്കാണ് ഏറ്റവും അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകമപി സമ്യക് ആസ്ഥിത. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ സമ്യകായിട്ട് ആസ്ഥിതനായി എന്നിരിക്കട്ടെ, നല്ലതുപോലെ പ്രവൃത്തനായി എന്നിരിക്കട്ടെ, അയാൾക്ക് ഉഭയോഹോ ഫലം വിന്ദതേ. അയാൾ രണ്ടിൻ്റെയും ഫലത്തെ ആർജിക്കുന്നു. ഏതാണ് ഈ രണ്ടിൻ്റെ ഫലം? യോഗത്തിൻ്റെ ഫലവും സന്യാസത്തിൻ്റെ ഫലവും. ആ രണ്ടിൻ്റെയും ഫലത്തെ അയാൾക്ക് നേടാൻ സാധിക്കുന്നു. അല്ലാതെ വെറുതെ കർമ്മസന്യാസം ചെയ്തത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. കർമ്മയോഗിയായിട്ടിരുന്നാൽ തന്നെയും അയാൾക്ക് മോക്ഷത്തിലേക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് ഹേ അർജുന, നീ ഇപ്പോൾ കർമ്മസന്യാസത്തിന് തിടുക്കം കൂട്ടണ്ട. നിനക്ക് കർത്തവ്യകർമ്മങ്ങളെ അനുഷ്ഠിക്കാനുണ്ട്. ഈ കർത്തവ്യകർമ്മങ്ങളെ നീ ഇപ്പോൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കതുകൊണ്ട് പ്രയോജനമല്ല ഉണ്ടാവുക. 3-ാം അധ്യായത്തിൽ ഭഗവാൻ ഇതൊക്കെ എടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഹേ അർജുന, നീ എന്തു ചെയ്യൂ? കർത്തവ്യകർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. കർത്തവ്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് നീ ഒരിക്കലും ശ്രേയസ്സിൽ നിന്നും ദൂരെ പോവില്ല. അതും നിന്നെ ശ്രേയസ്സിലേക്ക് തന്നെ ഉയർത്തും, അതിൽ നീ നല്ലതുപോലെ പ്രവൃത്തനായാൽ. ഈ വിധത്തിലാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. തുടർന്ന് അടുത്ത ശ്ലോകം. ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോഹോ ഫലം വിന്ദതേ. തുടർന്ന് അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. ഇപ്പോൾ പറഞ്ഞ അതേ ആശയത്തിൽ തന്നെ ഭഗവാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് ശ്ലോകം മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇനി വായിക്കാനുള്ളൂ, കാരണം അതിൻ്റെ താല്പര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. നോക്കൂ. യത്സാഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. യത് സാഖ്യൈഃ സ്ഥാനം പ്രാപ്യത്തെ അഥവാ യത് സ്ഥാനം സാഖ്യൈഃ പ്രാപ്യത്തെ തത് യോഗൈഃ അപി ഗമ്യത്തെ. സാഖ്യൈഃ പറഞ്ഞാൽ കർമ്മസന്യാസിഭിഃ എന്നിവിടെ പ്രകരണത്തിനനുസരിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കണം. യത് സ്ഥാനം സാഖ്യൈഃ കർമ്മസന്യാസിഭിഃ പ്രാപ്യത്തെ തത് യോഗൈഃ അപി ഗമ്യത്തെ. യോഗൈഃ പറഞ്ഞാൽ യോഗ എന്നുള്ള വാക്ക് യോഗി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം യോഗൈഃ പറഞ്ഞാൽ യോഗികളാൽ എന്നർത്ഥം മനസ്സിലാക്കണം. തത് യോഗൈഃ അപി യോഗിഭിഃ അപി ഗമ്യത്തെ. യത്സാഖ്യൈഃ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ. എന്നിട്ട് പറയാണ് ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ആരാണ് ശരിക്കും അറിയുന്നത്? ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സഹ പശ്യതി. ആരാണോ സാഖ്യത്തെയും യോഗത്തെയും ഏകമെന്നറിയുന്നത് അയാളാണ് ശരിക്കും അറിയുന്ന ആൾ. ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സഹ ഏവ പശ്യതി. അയാൾ മാത്രമാണ് അറിയുന്നത്. സാഖ്യത്തെയും യോഗത്തെയും ഏകമെന്ന് അറിയുന്ന ആൾ. അപ്പോൾ രണ്ടും വിപരീത ലക്ഷണത്തോട് കൂടിയിട്ടുള്ളതല്ലേ ചോദിച്ചാൽ ശരിയാ. സാധനാഘട്ടത്തിൽ രണ്ടും രണ്ടായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം ഒന്ന് കർമ്മ പ്രവൃത്തിയാണ്, മറ്റൊന്ന് കർമ്മ നിവൃത്തിയാണ്. പക്ഷെ ഫലം എന്നുള്ള നിലയ്ക്ക് രണ്ടും ഏകമായിരിക്കുന്ന അധികരണത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. രണ്ടിനെയും ഫലം ഒന്നാണെന്ന് ചുരുക്കം. കർമ്മയോഗത്തിൻ്റെ ഫലവും മോക്ഷമാണ് ആത്യന്തികമായിട്ട്, ക്രമമായിട്ട്. കർമ്മസന്യാസത്തിൻ്റെ ഫലവും മോക്ഷം തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരേ ഫലത്തെ ചെന്നെത്തിക്കുന്നതാണെന്നുള്ളത് കൊണ്ട് രണ്ടും ഒന്നാണ്.
രണ്ടിനെയും രണ്ടായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആരാണോ അറിയുന്നത് അയാളാണ് ശരിക്കും അറിയുന്ന ആൾ, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾ. അപ്പോൾ ഇവിടെയൊക്കെ ഭഗവാൻ ഉള്ളിൽ കർമ്മയോഗ പ്രശംസ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കർമ്മയോഗത്തെ പ്രശംസിക്കുകയാണ്, അതിനെ സന്യാസത്തോട് ചേർത്ത് വെച്ചിട്ട് കർമ്മയോഗിയെ, കർമ്മയോഗത്തെ ഭഗവാൻ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉപദേശത്തിൻ്റെ ഒരു രീതിയാണ് അല്ലെ. അർജുനൻ കർമ്മയോഗത്തിൽ പ്രവൃത്തനായാലാണ് അർജുനന് ഉയർച്ചയുണ്ടാവുക. അപ്പം എന്ത് ചെയ്യാണ്? ആ കർമ്മയോഗത്തെ, കർമ്മയോഗിയെ ഭഗവാൻ പ്രശംസിക്കുകയാണ്. ആ വിധത്തിൽ അർജുനനെ കർമ്മയോഗിയാവാനായിട്ട് പ്രചോദിപ്പിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ ഇങ്ങനെ വേണം ഉപദേശിക്കുകയും ചെയ്യാൻ എന്നും കൂടി ഭഗവാൻ നമുക്ക് ഈ വാക്കുകളിലൂടെ കാണിച്ചു തരികയാണ്. ഏകമപി ആസ്ഥിതഃ ഉഭയോഹോ ഫലം വിന്ദത്തെ ഏകം സാഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ആരാണോ സാഖ്യത്തെയും യോഗത്തെയും ഒന്നെന്നറിയുന്നത് അയാളാണ് ശരിക്കും ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾ. പിന്നെ അടുത്ത ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗമാണ് വിശിഷ്ടമായിട്ടുള്ളത് എന്ന് താൻ പറഞ്ഞത്? രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ഒന്ന് മറ്റതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന കാരണമുണ്ട്. വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതല്ല. കർമ്മയോഗമാണ് കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ കാരണം വെളിപ്പെടുത്തും. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം.